ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ നമുക്കറിയാം എക്സാം പാറ്റേൺ ഒക്കെ മാറ്റിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറ്റി, സിലബസ് മാറി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മാറിയ ചേഞ്ച് ചെയ്ത എക്സാം പാറ്റേണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങളോടെയും അതിൻ്റെ ഒപ്പം പറയുന്ന ഉത്തരങ്ങളോടെയും ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇത് ഞാൻ വ്യത്യസ്തമായ രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് ഇത്രയും ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉത്തരങ്ങൾ അല്ലെ, ഇത്രയും ഭാഗങ്ങൾ വായിച്ചാൽ എന്ത് ചെയ്യും, ഈ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കാം. 2 ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണ് കുറേ അധികം സമയം യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? സോ അതിലൊന്ന് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ക്യാൻ ഹേർട്ട് യുവർ ഐസ്, ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്ന് കിട്ടും? ഈ ഒരു പാഠഭാഗം എന്നല്ല, ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടു മച്ച് ഫോൺ ടൈം ക്യാൻ കോസ് പ്രോബ്ലംസ്, ഇറ്റ് ക്യാൻ ഹേർട്ട് യുവർ ഐസ് ആൻഡ് മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ് ആൻഡ് സ്റ്റോപ്പ് അസ് ഫ്രം പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ് ഓർ ടാക്കിംഗ് വിത്ത് പീപ്പിൾ ഫേസ് ടു ഫേസ് ഇന്ന്. സോ ഇത്രയും സാധനങ്ങളാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട്, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തുള്ളത്. ആ 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് മോഡൽ എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നോക്കാം, ഞാനത് വായിച്ച് കൂടുതൽ സമയം കളയുന്നില്ല. അപ്പോൾ നോക്കാം, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൗ മൊബൈൽ ഫോൺ ആർ ഹെൽപ്ഫുൾ ടു അസ്. അതും എവിടെ ഉണ്ട്, ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ നമുക്ക് ഹെൽപ്പായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരം കിട്ടും. ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം വായിക്കാതെ തന്നെ ഞാനത് വായിച്ചിട്ടാണ് ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. യെസ്, ദേ ലെറ്റ് us വാച്ച് സ്റ്റോറീസ്, ലേൺ ടു ന്യൂ തിങ്സ് ആൻഡ് ചാറ്റ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. കൂട്ടുകാരൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് സംതിങ് ഓൺ യുവർ മൊബൈൽ ഫോൺ മേക്സ് യു വെറീഡ്. അതായത് നിങ്ങളുടെ ഫോണിൽ, അതായത് നിങ്ങളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടാക്ക് ടു യുവർ പാരൻസ് ഓർ ടീച്ചറോടോ അല്ലെങ്കിൽ പാരൻസിനോടോ എന്ത് ചെയ്യുക, സംസാരിക്കും. 4, യൂസിങ് എ ഫോൺ അറ്റ് ബെഡ് ടൈം ക്യാൻ. അതായത് അത് അതിൽ കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മൾ ബെഡ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യണം, എന്ത് ചെയ്യും, നമുക്ക് ഇറ്റ് ഈസ് മെയ്ഡ് ഓർ മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇനി ഹൗ വിൽ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ അഫക്റ്റ് യുവർ സ്റ്റഡീസ്. പഠനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പം നമുക്ക് പറയാം എന്താണ്, ഇറ്റ്സ് ഡിസ്ട്രാക്ട് യുവർ മൈൻഡ്. മനസ്സ് വ്യതിചലിപ്പിക്കാൻ, ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്നു എന്ന് പറയാം. സോ ഇത് നിങ്ങൾക്ക് പാസേജിനനുസരിച്ച് റീഡിങ് കോംപ്രഹെൻഷൻ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടാണ്. ഓക്കെ, അപ്പോൾ പാഠഭാഗത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ പുതിയ പാറ്റേൺ അനുസരിച്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ഓർ എന്നുള്ള സാധനം. എനിക്ക് എന്താണ് ഓർ എന്നുള്ള കാര്യം? ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എഴുതേണ്ടതെന്ന് ചൂസ് ചെയ്യാം. 2 ആക്ടിവിറ്റികൾ നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി 2ൽ ഒന്ന് തോട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡയറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കാം, ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒന്നാമത്തെ ഓറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോണ്ട് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി റോബോട്ട് വിത്ത് എ വൈറസ്. നിങ്ങൾ റോബോട്ട് വിത്ത് എ വൈറസിലെ അല്ലേ, ഈ ഒരു പാഠഭാഗത്തിലെ റിക്കിയെ പരിചയപ്പെട്ടല്ലോ. റിക്കി റിയലൈസ് ദാറ്റ് ഹി മിസ് അണ്ടർസ്റ്റുഡ് ദ റോബോട്ട്. അപ്പോൾ മനസ്സിലായ എന്താണ്, ഞാൻ മിസ് അണ്ടർസ്റ്റുഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യെസ്, അബ്സല്യൂട്ട്ലി, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. മിസ് അണ്ടർസ്റ്റുഡ്, തെറ്റിദ്ധരിച്ചു പോയി. ഷി ഫെൽ സോറി ഫോർ ഹിം. അവന് സ്വന്തം ലജ്ജ തോന്നി, സങ്കടം തോന്നി, ഒക്കെ പ്രയാസമായി. ഓൺ ദാറ്റ് നൈറ്റ് വൈൽ ഗോയിങ് ടു ബെഡ് മെനി തോട്ട്സ് ഫ്ലാഷ് ത്രൂ ഹിസ് മൈൻഡ്. മനസ്സിലൂടെ കുറേ അധികം ചിന്തകൾ പോയി. ആ സമയത്തുണ്ടായ ചിന്തകളാണ്, തോട്ടുകളാണ് നമുക്ക് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക.
ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന മോഡല്. അപ്പോൾ നോക്കുക, ശ്രദ്ധയോടുകൂടി എൻ്റെ കൂടെ പോവാം കേട്ടോ. ഐ ക്യാൻ ബിലീവ് ഐ തോട്ട് ദ റോബോട്ട് വാസ് യൂസ്ലെസ്. ഞാൻ വിചാരിച്ചു എന്താണ്, റോബോട്ടിൽ യൂസ്ലെസ് ആണ് എന്താ, ഒരു ഉപയോഗമില്ലാത്ത കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഹി വാസ് ഓൺലി ട്രൈങ് ടു ഹെൽപ്പ് മീ. അവൻ എന്താണ്, എന്നെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത് അല്ലേ. എങ്ങനെയൊക്കെയാണ്? യെസ്, അതായത് ഇപ്പോൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള അവൻ്റെ ടോയ്സ്, ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്തു, നല്ലോണം അടുക്കി ഒതുക്കി വെച്ചു അല്ലേ. അതേപോലെ എന്ത് ചെയ്തു, ബെഡ് വിരിച്ചു വെച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആര്? റിക്കി. കുറേ കാര്യങ്ങളല്ല, ഭൂരിഭാഗം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടാണ്. ആൻഡ് ഹെൽപ്പ് മീ ടു ബിക്കം ബെറ്റർ. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ നല്ല രീതിയിലായി മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് റോങ് ടു ഇഗ്നോർ ഹിസ് അഡ്വൈസ്. ഞാൻ അതായത് അവൻ്റെ അഡ്വൈസ് ഇഗ്നോർ ചെയ്തത്, പറയുന്ന സമയത്ത് എന്ത് ചെയ്തു, ഞാനത് കേൾക്കാതെ മുമ്പോട്ട് പോയത്, അതൊരു തെറ്റായ കാര്യമാണ്. നൗ ഐ റിയലൈസ് ഹൗ കെയർലെസ് ഐ വാസ് വിത്ത് മൈ തിങ്സ്. അപ്പം ഞാനെന്ത് മനസ്സിലാക്കുന്നു, ഞാൻ എങ്ങനെയായിരുന്നു കെയർലെസ് ആയി, അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയോ വിത്ത് മൈ തിങ്സ്, എൻ്റെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ഞാൻ എത്ര കെയർലെസ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഐ വിൽ ട്രൈ ടു ബി മോർ റെസ്പോൺസിബിൾ. ഞാൻ എന്ത് ചെയ്യും, കൂടുതൽ റെസ്പോൺസിബിളായി മാറും. ഫ്രം നൗ ഓൺ, ഞാൻ ഇന്നു മുതൽ. ദ റോബോട്ട് ഹാസ് ടോട്ട് മീ ദ വാല്യൂ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് എഫിഷ്യൻസി. അതായത് ഡിസിപ്ലിനെ പറ്റിയിട്ട്, അച്ചടക്കത്തെ പറ്റി, അതേപോലെ എഫിഷ്യൻസി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റിയിട്ടും റോബോട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു ഹിം. ഞാൻ എന്നും അവനോട് ഗ്രേറ്റ്ഫുൾ, കടപ്പെട്ടിരിക്കും, നന്ദി, കൃതജ്ഞത അറിയിക്കുന്നു. ഇതാണ് റിക്കിയുടെ തോട്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഒരു ഭാഗങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഓണം എക്സാമിന് തയ്യാറെടുക്കുക. ഓർ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഡയറി ആണ്. ഡയറി ആരുടേതാണ്? യെസ്, ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി എ ഡോൾസ് ജേണി. ഡോൾസ് ജേണിയിലുള്ള പെൺകുട്ടി വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം കാഫ്ക ദാറ്റ് ദ ഡോൾ വാസ് ബിസി വിത്ത് മാരേജ്. കല്യാണവുമായി ബന്ധപ്പെട്ട് ഡോള് ബിസിയാണ്. ആര്? കാഫ്ക ഉണ്ടാക്കി പറഞ്ഞ കഥയാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഷി കുഡന്റ് റൈറ്റ് ലെറ്റേഴ്സ്. അവൾക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സിംപ്ലി നമുക്ക് പറയാം, കാഫ്കയാണ് ആ ലെറ്റർ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പറയാം അല്ലേ. ദ ഗേൾ റിമെമ്പേർഡ് ദാറ്റ് ദ ഹാപ്പി ഡേയ്സ് വിത്ത് ദ ഡോളുമായി ബന്ധപ്പെട്ട ഹാപ്പി ഡേയ്സ് ഓർമ്മിക്കുന്നു. ഷി ആൾസോ തോട്ട് അബൌട്ട് കാഫ്കയെ പറ്റിയിട്ട് ഓർക്കുന്നു. ഷി ടുക്ക് ഹർ ഡയറി ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അവളുടെ ഡയറി എഴുതി. ആ ഒരു ഡയറി എൻട്രിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുക അത് നിങ്ങൾ നോക്കിയാൽ മതി. നോക്കുക, ജസ്റ്റ് ചെറിയൊരു മോഡൽ മാത്രമാണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കണം. ഡേറ്റ് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12/8/2025 അല്ലേ. 2025 ട്യൂസ്ഡേ ആണ്. ഓക്കെ, ട്യൂസ്ഡേ ആണ്. സോ ബൈ ട്യൂസ്ഡേ എന്ന് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ടൈം എഴുതാം. ടൈം എവിടെ എഴുതേണ്ടത് അറിയോ? ഈ ഒരു ഭാഗത്ത് ഇവിടെ കേട്ടോ. ടൈം എഴുതാം. ടൈം എവിടെ എത്ര എഴുതാം? ഒരു 10 മണി കൊടുക്കാം, 10 PM. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾ ഡിയർ ഡയറി എന്ന് എഴുതിയിട്ട് താഴെ എഴുതേണ്ടത്. ഓക്കെ, മോഡൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ടുഡേ കാഫ്ക ടോൾ മീ ദാറ്റ് മൈ ഡോൾ ഈസ് ബിസി വിത്ത് എ മാരേജ്. ഇന്ന് കാഫ്കനോട് ഒന്ന് പറഞ്ഞു എന്താണ്, ഡോള് മാരേജുമായി, കല്യാണവുമായി ബന്ധപ്പെട്ട് എന്താണ്, എൻ്റെ ഡോള് ബിസിയാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഹാസൻ റിട്ടേൺ ടു മീ. അതുകൊണ്ടാണ് അവൾ എനിക്ക് കത്ത് അയക്കാത്തതെന്ന് കാഫ്ക എന്നോട് പറഞ്ഞു. ഐ ഫീൽ സോ ഹാപ്പി ഫോർ ഹർ. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ട്? കാണാതെ പോയതിനല്ല, ഈ കാര്യം അറിഞ്ഞതിൽ. ഐ റിമെമ്പേർഡ് ദ ഫൺ ടൈംസ് വി ഹാഡ് ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയം. ആരാണ്? ഡോളും ആ ഒരു പെൺകുട്ടിയും ഒരുമിച്ചുണ്ടായ സമയത്തെ പറ്റിയിട്ട് അല്ലേ, നല്ല രസമായിരുന്നു. പ്ലേയിങ് ദ ഗാർഡനിൽ കളിക്കുക, ഡ്രസ്സിങ് എ ഹബ്, അവളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, ആൻഡ് ടെല്ലിങ് എ സ്റ്റോറീസ്, അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. കാഫ്ക ഈസ് സോ കൈൻഡ് ടു ടെൽ മീ ദിസ്. കാഫ്ക വളരെ കൈൻഡാണ്, ദയവോട് കൂടിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഐ വിൽ കീപ് ദീസ് ഹാപ്പി മെമ്മറീസ് ഫോർ എവർ. ഞാൻ എല്ലാ പ്രാവശ്യം അല്ലെങ്കിൽ എന്നും ഞാൻ ഈ ഓർമ്മകൾ കൊണ്ട് നടക്കുന്നു, ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന് റിക്കിൻ്റെ തോട്ടായി, 2 ഗേളിൻ്റെ ഡയറിയായി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്, ദെൻ റെഡി. നമുക്ക് അടുത്തത് ഒരു ഇമെയിലാണ്. ഇമെയിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ പഠിച്ച ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഇമെയിലിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം കേട്ടോ. ഫ്രം, ഓക്കെ, ഒന്നെന്താണ്, ഫ്രം നിങ്ങൾ എഴുതണം.
അതേപോലെ എന്താണ് ടു എഴുതണം, സബ്ജക്റ്റ് നിർബന്ധമായിട്ടും എഴുതണം. ഇത്രയും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. അവസാനം നിങ്ങളുടെ പേര് എഴുതി ഒപ്പല്ല ST ഇട്ടാൽ, ഓക്കെ, സിഗ്നേച്ചർ ST ഇട്ടാൽ എന്ത് ചെയ്യും, അത് അവിടെ അവസാനിച്ചു. ഓക്കെ, ഇപ്പം നോക്കാം ക്വസ്റ്റ്യൻ. വൈഗ പർച്ചേസ്ഡ് എ ടാബ് ഓൺലൈൻ. വൈഗ ഓൺലൈനിൽ ഒരു ടാബ് പർച്ചേസ് ചെയ്തു. ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്ഡ്. 6 മാസത്തിന് ശേഷം എന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് വർക്കിംഗ് കേട്ടോ, വർക്ക് ചെയ്യുന്നില്ല. ഷി ചെക്ക് ദ ബിൽ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദ ടാബ് ഹാസ് 2 years വാറണ്ടി. അപ്പോൾ 2 വർഷം വാറണ്ടി ഉണ്ട് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ? ബില്ലിൽ. ഓക്കെ. ഷീ പ്രിപ്പയർഡ് ആൻ ഇമെയിൽ ടു ഗെറ്റ് ഇറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം ഒരു വാഷിംഗ് മെഷീനിൻ്റെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് വാഷിംഗ് മെഷീൻ്റെ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്മാർട്ട് ഫോണിൻ്റെത് എഴുതിയിട്ടുണ്ടായിരിക്കാം. അതേപോലെ റിക്കിയുമായി ബന്ധപ്പെട്ട് റോബോട്ടിൻ്റെത് എഴുതിയിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ എഴുതിയതായിരിക്കും അല്ലേ? ആണ്. അപ്പം നോക്കാം. ടു അതേപോലെ ഫ്രം കൊടുക്കണം കേട്ടോ. ഫ്രം ആദ്യം കൊടുക്കണം. ഫ്രം കൊടുത്തിട്ടായിട്ടാണ് ടു കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് കൊടുക്കുക സർ. നമുക്ക് അതിൻ്റെ മോഡലൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മോഡലൊന്ന് പരിചയപ്പെടാം. നോക്കാം. ആക്ടിവിറ്റി 3 ഇമെയിൽ ഒരു പോസിബിൾ ആൻസർ ആണ്. ഇത് നിങ്ങൾക്കൊരു മോഡൽ എന്നുള്ള രീതിയിൽ, ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ മോഡൽ, ഒരു മോഡൽ മാത്രമാണ്, ജസ്റ്റ് എ മോഡൽ. അപ്പോൾ ഫ്രം നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് വൈഗ എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം എന്നുള്ള രീതിയിൽ ആരത് എഴുതാം, വൈഗ. ഓക്കെ, വൈഗ 123@gmail.com. ഓക്കെ, വൈഗ 123@gmail.com. ഇനി ടു service@tabcare.com. അതൊരു ജസ്റ്റ് ഒരു മെയിൽ ID കൊടുത്താൽ മതി, അല്ലെങ്കിൽ service@gmail.com എന്ത് കൊടുത്താൽ മതി. സബ്ജക്റ്റ് നിർബന്ധമാണ്. റിക്വസ്റ്റ് ഫോർ റിപ്പയർ അണ്ടർ വാറണ്ടി. വാറണ്ടിക്ക് അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ടാബ് റിപ്പയർ ചെയ്യണം. നോക്കാം. സർ, I purchased a tab online from your store on January 15, 2025. 2025 ജനുവരി 15 ഞാൻ നിങ്ങളുടെ മുമ്പ് ഒരു ടാബ് നിങ്ങളുടെ കമ്പനിയിൽ നിന്നോ സ്റ്റോറിൽ നിന്നോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 6 months ഓഫ് യൂസ് ചെയ്തതിൻ്റെ 6 മാസം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ് സ്റ്റോപ്പായി. ഓൺ ചെക്കിംഗ് ദ ബിൽ, ഞാൻ ബില്ല് ചെക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഐ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഹാസ് 2 years വാറണ്ടി. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, 2 വർഷം വാറണ്ടി ഉള്ളതായിട്ട് ഞാൻ കണ്ടു. ഐ റിക്വസ്റ്റ് യു ടു അറേഞ്ച് ഫോർ ഇറ്റ്സ് റിപ്പയർ അറ്റ് ദ ഏർലിയസ്റ്റ്. നേരത്തെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ റിപ്പയർ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഐ ആം അറ്റാച്ചിങ് ദ പർച്ചേസ് ബിൽ ഫോർ യുവർ റെഫറൻസ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പർച്ചേസ് ബില്ല് മാത്രമല്ല ഒന്ന് ബില്ലാണ്. അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വാറണ്ടി കാർഡ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഗ്യാരണ്ടി കാർഡ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാം. താങ്ക് യു, യുവർ ഫെയ്ത്ത്ഫുള്ളി വൈഗ. ഇവിടെ നിങ്ങളുടെ പേര് എഴുതരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് വിശാഖ് എന്നാണ്. അപ്പോൾ അത് അവസാനം എന്ത് ചെയ്യരുത്, ഞാൻ വൈഗ എന്ന് മറന്നിട്ട് എൻ്റെ പേര് ഇവിടെ വിശാഖ് എന്ന് എഴുതി വെച്ചാൽ എന്താണ്, അത് തെറ്റാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, എന്താണ്, അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? സോ നോക്കാം. അടുത്തത് നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പോൾ വൈഗ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നമ്മളിവിടെ സ്റ്റോപ്പ് ആക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചത് ഇൻ ദ സ്റ്റോറി റോബോട്ട് വിത്ത് എ വൈറസ്. ഓക്കെ, റോബോട്ട് വിത്ത് വൈറസിൽ റിക്കിയെ പരിചയപ്പെട്ടല്ലോ. ഓക്കെ, അപ്പോൾ റിക്കിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് മോഡലിലോട്ട് പോകണ്ട. അവിടെ കൊടുത്തിട്ടുണ്ട്, ഹി ഡിഡിൻറ്റ് ഹെൽപ്പ് അറൗണ്ട് ദ ഹൗസ്. വീട്ടിൽ ആരെയും ഹെൽപ്പ് ചെയ്യാറൊന്നുമില്ല. ഇനി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ്, എല്ലാ അവൻ്റെ വസ്തുക്കളും വലിച്ചെറിയാറാണ് പതിവ്. ആൾവേസ് പ്ലേയിങ്, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. ലേൺഡ് എ ലെസൺ ഫ്രം ദ റോബോട്ടിൽ നിന്നൊരു നല്ലൊരു പാഠം പഠിച്ചു. ആൻഡ് സ്ലോവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അലസമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. അവന് ശേഷം എന്ത് ചെയ്തു, മാക്സിമം എഫിഷ്യൻസി ബോയിയായി മാറി. അത് ലാസ്റ്റ് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒരു മോഡൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വിപുലപ്പെടുത്തിയിട്ട് വേണം എക്സാമിനൊക്കെ എഴുതാൻ കേട്ടോ. അപ്പോൾ നോക്കാം, റിക്കി വാസ് എ കെയർലെസ് ആൻഡ് ലേസി ബോയ് ഹു നെവർ ഹെൽപ്ഡ് അറൗണ്ട് ദ ഹൗസ്. അതായത് റിക്കി എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ട്, ശ്രദ്ധയില്ലാതെ, ലേസി ആയിട്ട്, അലസമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. വീട്ടിൽ കാര്യങ്ങൾ ഹെൽപ്പൊന്നും ചെയ്യാറില്ല. ഹി സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം പ്ലേയിങ് ആൻഡ് ഓഫൻ അൺടൈഡി. വൃത്തിയില്ലാതെ നടക്കുന്നു, അതേപോലെ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് ഓഫ് ദ ടൈം പ്ലേയിങ്, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ഹി ഡിഡൻ വാല്യൂ ടൈം ഓർ ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ ബിലോങ്ങിങ്സ്, അതായത് അവൻ്റെ വസ്തുക്കൾക്ക് വില കൽപ്പിക്കാറില്ല, സമയത്തിന് വില നൽകാറില്ല, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഹവെവർ ആഫ്റ്റർ മീറ്റിംഗ് ദ റോബോട്ടിനെ മീറ്റ് ചെയ്തതിന് ശേഷം റിക്കി ലേൺഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ. എന്താ ഡിസിപ്ലിൻ എന്ന അച്ചടക്കം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, അതേപോലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ കഴിവ് മാക്സിമം പുറത്തെടുക്കാൻ അവൻ ശ്രമിച്ചു. ഹി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അവനൊരു മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറി. ബിക്കമിങ് മോർ ഓർഗനൈസ്ഡ്, ഹെൽപ്ഫുൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോഡലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. ദെൻ അടുത്ത നോക്കുക, എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് നല്ല രസമായിട്ടുള്ള കാര്യമാണ്. കാരണം 7ാം ക്ലാസ്സും 6ഉം 5ഒക്കെ എഡിറ്റിംഗ് വളരെ അടിപൊളിയാണ്. കാരണം എന്താണ്, നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കണ്ടെത്താൻ പറ്റും. അത് കുറച്ച് മെയിനായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തെറ്റ് വരിക. ഓക്കെ, ഇപ്പോൾ നോക്കാം. As we reached the beach in the evening, the sun was slowly dipping off dash the sea. ഓക്കെ, ഇവിടെ വരുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. ഓക്കെ, എന്താണ് പ്രിപ്പോസിഷൻ? ഇത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഡിപ്പിംഗ് ഓഫ് ദ സീ എന്നല്ല വരിക, കടലിലോട്ട് താഴുന്നു. അപ്പോൾ കടലിലോട്ട് താഴുന്നു എന്ന് പറയുന്നതിൽ അവിടെ വരുന്ന പ്രിപ്പോസിഷൻ എന്താണ്, ഇൻ ടു ആണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്, ഓൺ പറഞ്ഞാൽ മുകളിലാണ്, ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ കടലിലേക്ക്, അപ്പോൾ ഓഫിന് പകരം എന്ത് വരുന്നു, ഇൻ ടു വരുന്നു. ദെൻ പെയിൻറ്റിങ് ദ സ്കൈ, ദ വേവ്സ് ഡാൻസ് ജെന്റ്ലി ഓൺ ദ ഷോർ ആൻഡ് ദ സാൾട്ടി ബ്രീസ് എന്താ തെറ്റ്, എസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബ്രീസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. എസ് അല്ല, സെഡ് ആണ് അവിടെ വരിക. ഓക്കെ, ബ്രീസ് പ്ലേഡ് വിത്ത് മൈ ഹെയർ, ഐ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ടേക്ക് എന്നാൽ എന്താ, എടുക്കുക. എടുത്തു എന്നാണ് വരേണ്ടത്, ടുക്ക് ഓഫ്. പുറത്തൊക്കെ എന്താണ്, ടുക്ക് ഓഫ്. ദെൻ മൈ സ്ലിപ്പേഴ്സ് ആൻഡ് റാൻ ബെയർ ഫുട്ട് ഓൺ ദ സാൻഡ്. ഇറ്റിനാണ് അവിടെ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ചെറിയ സ്മോൾ ലെറ്റർ ആണ് എങ്കിൽ അവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റേണ്ടതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലൈക്ക് ഫെൽട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാം. ഓക്കെ, എന്താ വരിക ഉത്തരം, ഫെൽട്ട് ലൈക്ക്. ഓക്കെ, എന്താണ് ഫെൽട്ട് ലൈക്ക്? എന്താ സംഭവിച്ചത്, ഈ വേർഡ് രണ്ട് അടുത്തടുത്ത് വരുന്ന വേർഡുകളാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ലെറ്റർ അതേപോലെ ആർക്കൊക്കെയാണ്, ഒന്ന് ഡോൾജിയണിയിലുള്ളത്, ഒന്ന് റിക്കിയുമായി ബന്ധപ്പെട്ട ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് മോഡലൊന്ന് പരിചയപ്പെട്ടു പോകാം. ലെറ്റർ, ദ ഗേൾ ഇൻ ദ സ്റ്റോറി എ ഡോൾ ജേണി ഈസ് സോ മച്ച് വറീഡ് അബൌട്ട് ദ മിസ്സിംഗ് ഡോൾ. ഡോളിനെ പറ്റിയിട്ട് ആകെ ആവലാതിപ്പെട്ട് നടക്കുകയാണ്. കാഫ്ക ടോൾഡ് ഹർ ദാറ്റ് ദ ഡോൾ ഈസ് ബിസി വിത്ത് മാരേജുമായിട്ട്, കല്യാണവുമായി ബന്ധപ്പെട്ട് ബിസിയാണ്, തിരക്കാണ്. ദ ഗേൾ വാസ് സോ ഹാപ്പി ടു ഹിയർ ദ ഗുഡ് ന്യൂസ് ആൻഡ് ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഡോൾ. ഡോളിന് ലെറ്റർ അയക്കുക. എന്താണ്, ഡോളിന് ലെറ്റർ അയക്കുക. ഓക്കെ അല്ലേ? ഡോളിന് ലെറ്റർ അയക്കുക. ആ ലെറ്റർ ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? യെസ്, അത് മോഡലാണ്, വലിയ ലെറ്റർ ഒന്നല്ല, ചെറിയൊരു കുഞ്ഞു ലെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം, ഡിയർ ഡോൾ, ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ പേര് നിങ്ങൾക്ക് അറിയാലോ, ലെവി എന്നുള്ള പേരാണ്. ആ ലെവിന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഐ വാസ് സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ ബിസി വിത്ത് യുവർ മാരേജ് പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ്? നീ നിൻ്റെ മാരേജ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് തിരക്കിലാണെന്ന് അറിയാം. ഐ മിസ് ദ ഹാപ്പി ഡേയ്സ് ഐ സ്പെൻഡ് ടുഗെദർ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹാപ്പി ഡേയ്സ് അല്ലേ, അത് വളരെയധികം മിസ്സാവുന്നുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഹൗ വി പ്ലേഡ് ആൻഡ് ലാഫ്ഡ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിരിച്ചിട്ടുള്ളത്, സന്തോഷമുള്ളത്, ഹാപ്പി ആയിട്ടുള്ളത്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ഹാപ്പിനെസ് ഇൻ യുവർ ന്യൂ ലൈഫ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, നിൻ്റെ ഭാവി ജീവിതത്തിന്, പുതിയ ജീവിതത്തിന് നല്ല വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആശംസ അറിയിക്കുന്നു.
പ്ലീസ് റൈറ്റ് ടു മീ വെൻ യു ആർ ഫ്രീ. തിരക്ക് ആണെന്ന് അറിയാം, നീ എന്ത് ചെയ്യുക, ഫ്രീ ആവുന്ന സമയത്ത് എനിക്ക് തിരിച്ച് റിപ്ലൈ അയക്കണേ. വിത്ത് യു ലവ് യുവർ ഫ്രണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇർമ എന്നുള്ള പേരും ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? ഇനി നോക്കുക, അടുത്തത് റിക്കിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം നോക്കുക, റിക്കി ആൻഡ് ദ റോബോട്ട് ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. റിക്കിയും റോബോട്ട് എന്താണ്, നല്ല ഫ്രണ്ട്സായി മാറി. റിക്കി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അരുൺ ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് റോബോട്ട്. റോബോട്ടുമായി ബന്ധപ്പെട്ട് അവൻ്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കത്ത് അയക്കുന്നു എന്നാണ് പറയുന്നത്. ആ കത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തയ്യാറാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ആ മോഡൽ അറിയോ നോക്കാം. ഡിയർ അരുൺ, പ്രിയപ്പെട്ട അരുണേ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെറ്റർ ആരംഭിക്കുന്നത്, തുടങ്ങുന്നത്. നോക്കാം. ഐ ഹാവ് ആൻ അമേസിങ് സ്റ്റോറി ടു ടെൽ യു. എനിക്ക് നിന്നോടൊരു മനോഹരമായ കഥ പറയാനായിട്ടുണ്ട്. റീസെൻ്റ്ലി ഐ മെറ്റ് എ റോബോട്ട് ഹു ചേഞ്ച് മൈ ലൈഫ്. ഞാനൊരു റോബോട്ടിനെ പരിചയപ്പെട്ടു, അതെൻ്റെ ജീവിതം എന്ത് ചെയ്തു, മാറ്റി മറിച്ചു. ഓക്കെ, എന്ത് ചെയ്തു, എൻ്റെ ജീവിതം മാറ്റി മറിച്ചു. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ നോക്കുക. അറ്റ് ഫസ്റ്റ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഹിം ആൻഡ് തോട്ട് ഹി വാസ് ജസ്റ്റ് ന്യൂസൻസ്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണ്, അവനൊരു ശല്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? യെസ്, ബട്ട് ലേറ്റർ ഐ റിയലൈസ് ദാറ്റ് ഹി വാസ് ടീച്ചിങ് മീ ഹൗ ടു ബി ഓർഗനൈസ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ. എങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, അതേപോലെ ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറാം. നൗ ഐ ആം കാൾഡ് എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഞാനിപ്പോൾ എന്താണ്, ഒരു മാക്സിമം എഫിഷ്യൻസി ബോയിയായി മാറി. ഞാൻ അങ്ങനെയാണ് എന്നെ പറയാറുള്ളത്. ഐ എം സോ ഗ്ലാഡ് വി ബിക്കം ഫ്രണ്ട്സ്. ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഫ്രണ്ട്സായി മാറി. വളരെ സന്തോഷമുണ്ട്. യുവേഴ്സ് ലവിങ്ലി റിക്കി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എഴുതാനുള്ള ഭാഗം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട്, ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതാണ് ആദ്യമേ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ ഈ വീഡിയോ ബാക്കിയുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.